നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീനയുടെ ഖത്തർ വേൾഡ് കപ്പ് കിരീട നേട്ടത്തിന് ഇന്നലെ ഒരു വർഷം പൂർത്തിയായിരുന്നു. 2022 ഡിസംബർ 18 അർജന്റീന ഖത്തറിൽ വെച്ചുകൊണ്ട് കലാശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക കിരീടം നേടിയത്. വളരെ ആവേശഭരിതമായ ഒരു മത്സരമായിരുന്നു. അതിനൊടുവിലാണ് ഫ്രാൻസിനെ അർജന്റീന പരാജയപ്പെടുത്തിയത്. അർജന്റീന കിരീടം സ്വന്തമാക്കിയതിന്റെ 1-ാം വാർഷികം ലോകമെമ്പാടുമുള്ള അർജന്റീൻ ആരാധകർ ഇന്നലെ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമെന്നോണം അർജന്റീൻ നായകനായ ലയണൽ മെസ്സി ടെന്നീസ് ഇതിഹാസമായ റാഫേൽ നദാലിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. റാഫേൽ നദാലിന്റെ അക്കാദമിയാണ് ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അർജന്റീൻ ദേശീയ ടീമിന്റെ ഒരു ജേഴ്സിയാണ് മെസ്സി അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനോടൊപ്പം ഒരു ഫുട്ബോളും ഒരു ബൂട്ടും മെസ്സി അദ്ദേഹത്തിന് ഗിഫ്റ്റായി കൊണ്ട് നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും കൂടി പ്രിയപ്പെട്ട റാഫക്ക് എന്നാണ് ലയണൽ മെസ്സി അതിന്മേൽ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ചിത്രങ്ങളാണ് നദാലിന്റെ അക്കാദമി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. സ്പെയിനിലാണ് ഈ ഒരു അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ലോറസ് അവാർഡിന് വേണ്ടി പോരാടിയവരാണ് മെസ്സിയും അതുപോലെ തന്നെ റാഫേൽ നദാലും. ഒടുവിൽ നദാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെസ്സി ആ ഒരു പുരസ്കാരം സ്വന്തമാക്കുകയായിരുന്നു. അതിൽ മെസ്സിയെ അഭിനന്ദിച്ചുകൊണ്ട് നദാൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഖത്തർ വേൾഡ് കപ്പ് കിരീട നേട്ടത്തിന്റെ 1-ാം വാർഷികം എല്ലാ അർജന്റീൻ താരങ്ങളും ആഘോഷിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമുകളിൽ ലഭ്യമാണ്. ലയണൽ മെസ്സിയും തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇനി അർജന്റീനയുടെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യം അടുത്ത വർഷം നടക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് ആണ്. നിലവിലെ ജേതാക്കളായ അർജന്റീന അത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും അടുത്ത കോപ്പയിൽ കളിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.